അവരൊക്കെ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്തിരുന്ന് അച്ഛൻ കരയാണ്. അച്ഛനിങ്ങനെ അവരോട് ഓരോ കാര്യം പറയുക. അന്ന് സച്ചി കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല. എൻ്റെ മോൻ ഒരിക്കലും കള്ളം പറയില്ല, അതറിയാവുന്ന ഞാൻ അവൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. തെറ്റ് പറ്റിയത് അവനല്ല, എനിക്കും നിങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ സുധി ഒന്ന് പറയാം, അവനിപ്പോൾ നാട്ടിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവനും ഭാര്യയും കൂടി ചേർന്നുണ്ടാക്കിയ വീഡിയോ ആയിരിക്കും ഇതെന്നൊക്കെ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ കൂടി വരും. അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് അവരോട് ചൂടാവുകയാണ്. ശ്രീകാന്തിൻ്റെ ഭാര്യ അച്ഛൻ്റെയോടൊപ്പം സച്ചിക്ക് വേണ്ടി സംസാരിക്കും. അച്ഛൻ പറയും, നിങ്ങളാരും വിശ്വസിക്കണ്ട, ഞാൻ എൻ്റെ മോനെ വിശ്വസിക്കുമെന്ന് പറയും. അവരെ ആരതി ഒഴിഞ്ഞ് ഉള്ളിലേക്ക് കയറ്റണം എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ അമ്മ പറയും, എനിക്കൊന്നും പറ്റില്ല എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, നിനക്ക് പറ്റുമോ ഇല്ലേ എന്നൊന്നുമല്ല ചോദിച്ചേ, പോയി എടുത്തുകൊണ്ട് പാടിയെന്ന് പറഞ്ഞ് ചൂടാവും. സച്ചിൻ രോഹിതും കയറുമ്പോൾ അച്ഛൻ പറയും, അവരെ നിങ്ങൾ മൂന്നാളും കൂടി ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ പറയും. സച്ചി അത് കഴിഞ്ഞ് നേരെ പോകുന്ന അച്ഛൻ്റെ അടുത്തേക്കാണ്. സച്ചി ഒന്നും മിണ്ടാതെ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കും. അച്ഛൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛൻ എന്നിട്ട് പറയും, ഈ അച്ഛനോട് ക്ഷമിക്കടാ മോനെ എന്ന് പറയും. അച്ഛൻ പറയും, ആരും നിന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ വിശ്വസിക്കണമായിരുന്നു എന്ന് പറയും. അച്ഛൻ ഇങ്ങനെ ഓരോ തെറ്റുകളും സച്ചിയോട് ഇങ്ങനെ ഏറ്റു പറയും. ഇത് അമ്മയ്ക്കും ശ്രുതിക്കും ശ്രദ്ധിക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലാവേ അവർക്കൊക്കെ ഒരു സങ്കടാവുകയും ചെയ്യും. ഇതൊക്കെ കേട്ടിട്ട് സച്ചി ഇങ്ങനെ വിങ്ങി പൊട്ടി കരയാണ്. ശ്രീകാന്ത് പറയും, രേവതിയാണ് ഇതൊക്കെ കണ്ടെത്തിയതെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, അറിയാം. എന്നിട്ട് അച്ഛൻ രേവതിയെ ഇങ്ങനെ അഭിനന്ദിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ സച്ചിയെ അങ്ങോട്ട് വിളിച്ചിട്ട് പറയും, നിനക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി, ഇവക്ക് നല്ലൊരു ഭർത്താവിനെയും. ഇതൊക്കെ കാണുമ്പോൾ മനസ്സ് നിറയാ മക്കളെ എന്ന് അച്ഛൻ പറയും. നിങ്ങൾ കണ്ടെത്തിയ മരുമകളെന്ന് പറഞ്ഞ് എന്നെ പലരും കുറ്റപ്പെടുത്താറുണ്ട്, പക്ഷേ എനിക്ക് അതിൽ അഭിമാനമാണ് ഇപ്പോൾ എന്നൊക്കെ അച്ഛൻ പറയും. അച്ഛൻ അവരെ രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ സച്ചി പറയാണ്, ജീവിതാവസാനം വരെ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ. അച്ഛൻ പോയി കഴിയുമ്പോൾ രേവതി അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് പറയും, ഇനി അമ്മ എന്നെ കുടിയൻ്റെ ഭാര്യ എന്ന് വിളിക്കില്ലല്ലോ അല്ലേ. അമ്മയ്ക്ക് കൊടുത്ത പോലെ ഒരു മറുപടി രേവതി ശ്രുതിക്കും കൊടുക്കും. ഇത് കേട്ട് അമ്മയ്ക്ക് ദേഷ്യം വരിക. അമ്മ പറയും, അന്ന് ചിലപ്പം കുടിച്ചില്ലായിരിക്കും എന്ന് കരുതി അവൻ കുടിയാനല്ലാതാവില്ല എന്ന്. ഇനിയും അവൻ കുടിക്കും, നീ അവനെ വലിയ പുണ്യപുരുഷനായിട്ട് തലയിലൊന്നും എടുത്തു വെക്കേണ്ടെന്ന് പറയും. ശ്രീകാന്തിൻ്റെ ഭാര്യ വന്നിട്ട് ശ്രുതിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്.